മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിക്കുന്നത് വിലക്കി മുഖ്യമന്ത്രി. ശനിയാഴ്ച ചേർന്ന പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ വിഷയം അജണ്ടയിൽ ഉണ്ടായിരുന്നുവെങ്കിലും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി നടപടിയെടുക്കുകയായിരുന്നു. ഇതോടെ ഈ സർക്കാരിന്റെ കാലത്ത് മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കില്ല എന്നുറപ്പായി 24 എക്സ്ക്ലൂസീവ്. മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കണമെങ്കിൽ നിയമസഭയിൽ പ്രത്യേക ബില്ല് പാസാക്കേണ്ടതുണ്ട്. ഇത്തവണത്തെ സഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കേണ്ട ബില്ലുകൾ പരിഗണിച്ച ശനിയാഴ്ചത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ ജനപ്രതിനിധികളുടെ ശമ്പളം വർദ്ധിപ്പിക്കുന്ന ബില്ലും അജണ്ടയായിരുന്നു. എന്നാൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന കാലത്ത് ശമ്പളം വർദ്ധിപ്പിക്കുന്നത് ഗുണകരമാകില്ലെന്ന് ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ബില്ല് മാറ്റിവെക്കാൻ നിർദ്ദേശം നൽകി. ശമ്പള വർധന സംബന്ധിച്ച ബിൽ കൊണ്ടുവരുന്നതിനോട് യോജിക്കുമെന്ന് പ്രതിപക്ഷം സ്പീക്കറെ അറിയിച്ചിരുന്നു. രാഷ്ട്രീയ വിഷയങ്ങൾ പോരടിക്കുന്നതിനിടയിൽ ശമ്പളം കൂട്ടുന്ന കാര്യത്തിൽ മാത്രം പ്രതിപക്ഷത്തോട് കൈകോർത്താൽ അത് ജനങ്ങൾ സ്വീകരിക്കില്ലെന്ന ആശങ്കയും തീരുമാനം മാറ്റിവെക്കാൻ മുഖ്യമന്ത്രിക്ക് പ്രേരണയായിട്ടുണ്ട്. സഭയുടെ നടപ്പ് സമ്മേളനത്തിലും ബില്ല് കൊണ്ടുവരാത്തതിനാൽ ശമ്പള വർധനവിൽ ഉടൻ തീരുമാനമുണ്ടാകാൻ ഇടയില്ല. ഇനി ഇടക്കാല ബജറ്റ് സമ്മേളനം മാത്രമാണ് അവശേഷിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് നടക്കാൻ പോകുന്ന ആ സമ്മേളനത്തിലും എംഎൽഎമാരുടെയും മന്ത്രിമാരുടെയും ശമ്പള വർധനവ് പരിഗണിക്കാൻ ഇടയില്ല. അതുകൊണ്ട് തന്നെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ശമ്പള വർധന ഉണ്ടാകില്ലെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഇതിനു മുമ്പ് 2018 സംസ്ഥാനത്തെ മന്ത്രിമാരുടെയും എംഎൽഎമാരുടെയും ശമ്പളവും ആനുകൂല്യങ്ങളും വർദ്ധിപ്പിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് ആർ ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.